വളാഞ്ചേരിയിൽ ദേശീയപാത സർവീസ് റോഡിൽ നിന്ന് സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. കൊടുമുടി സ്വദേശി അബ്ദുൾ കരീമാണ് മരിച്ചത്. താൽക്കാലികമായി പുതിയ റോഡ് തുറന്നെങ്കിലും പഴയ റോഡ് അടയ്ക്കുകയോ മുന്നറിയിപ്പ് നൽകുകയോ ചെയ്തിട്ടില്ല. ഇതാണ് അപകടത്തിനിടയാക്കിയത്. പുതിയ റോഡിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന അതായത് പുതിയ റോഡ് ഇല്ല, അവിടെ റോഡ് ക്ലോസ് ആണെന്നുള്ള സാധനം വെക്കേണ്ടിയിരുന്നു. അത് വെച്ചില്ല. അത് കാരണമാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത്. കുറച്ച് മുമ്പ് കിടക്കി. ഇതിപ്പോ ഇവരെ ഗോഡൌണാണ്, KNRCയുടെ മേൽക്കോടെ. പക്ഷെ ഇവിടെ ഇവര് സാധനം വെച്ച് സ്റ്റോപ്പ് ചെയ്തിരുന്നു. പക്ഷെ ഇവർക്ക് ഇവിടുന്ന് വണ്ടികൾ അങ്ങോട്ട് പോയിട്ട് കൺസ്ട്രക്ഷൻ നടക്കാറുണ്ട്. പക്ഷെ ഇവിടെ റോഡ് ക്ലോസ് ആണെന്നുള്ള ബോർഡ് വെച്ചില്ല. അത് കാരണമാണ്. വളാഞ്ചേരി വട്ടപ്പാറ CI ഓഫീസിന് സമീപം പുതുതായി നിർമ്മിക്കുന്ന ദേശീയപാതയിൽ ശനിയാഴ്ച രാത്രി 11:30യോടെയാണ് അപകടം. ദേശീയപാതയുടെ സർവീസ് റോഡിൽ നിന്ന് താഴ്ത്തി നിർമ്മിക്കുന്ന ദേശീയപാത റോഡിലേക്ക് സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിഞ്ഞ് മധ്യവയസ്കൻ മരിച്ചു. വളാഞ്ചേരി കൊടുമുടി ജുമാഅത്ത് പള്ളിക്ക് പിന്നിൽ താമസിക്കുന്ന എരമത്ത് അബ്ദു എന്ന അബ്ദുൾ കരീമാണ് മരിച്ചത്. സർവീസ് റോഡിൽ നിന്ന് സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. വെട്ടിച്ചിറ ഭാഗത്ത് നിന്ന് കൊടുമുടിയിലേക്ക് പോകവെയാണ് അപകടം. വട്ടപ്പാറ വയഡക്ട് പാലത്തിലേക്ക് നിർമ്മിക്കുന്ന റോഡിലാണ് അപകടമുണ്ടായത്. CI ഓഫീസിന് സമീപം പുതിയ റോഡ് താൽക്കാലികമായി തുറന്നെങ്കിലും പഴയ റോഡ് അടച്ചിട്ടില്ല. ഇവിടെ നിർമ്മാണ കമ്പനി മുന്നറിയിപ്പ് ബോർഡുകളും ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുമില്ല. ഇതറിയാതെ വന്ന അബ്ദുൾ കരീം സഞ്ചരിച്ച സ്കൂട്ടർ ഇരുട്ടിൽ റോഡിലെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഏറെ നേരം റോഡിൽ ചോര വാർന്നു കിടന്ന കരീമിനെ പിന്നീട് അതുവഴി ഓട്ടോയിൽ വന്ന ആളുകൾ സംശയം തോന്നി ഇറങ്ങി നോക്കിയപ്പോഴാണ് കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. രാത്രികാലങ്ങളിൽ ഇതുവഴി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ട്. മുന്നറിയിപ്പ് ബോർഡുകളോ സൂചനാ ബോർഡുകളോ ലൈറ്റുകളോ ഇവിടങ്ങളിൽ ഇല്ലാത്തതിനാൽ തന്നെ അപകടം നടന്നാലും ആരും അറിയാനും സാധ്യതയില്ല. വളാഞ്ചേരി പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കേരള വിഷൻ, വളാഞ്ചേരി.